കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് എത്തിച്ച യൂണിറ്റ് ഇവിടെ ആളുകളൊക്കെ കൈയടിച്ച് അതിന് പിന്തുണ നൽകുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 2 യൂണിറ്റുകൾ ഒരേ സമയം തന്നെ അവിടെ തീ അണയ്ക്കുമ്പോൾ മറുവശത്ത് ഫയർ യൂണിറ്റ് ഇവിടേക്ക് എത്തി സ്പ്രേ ചെയ്തുകൊണ്ട് ആ തീ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഏറ്റവും മുകൾ തട്ടിലേക്ക് ഇതുവരെ വെള്ളം എത്തിക്കാൻ കഴിയാതിരുന്ന സ്ഥലത്തേക്ക് എയർപോർട്ടിൽ നിന്നുള്ള യൂണിറ്റ് എത്തി ആ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് വെള്ളം ചീറ്റി സ്പ്രേ ചെയ്തുകൊണ്ട് അത് പൂർണ്ണതോതിൽ അണയ്ക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നടത്തുന്നു എന്നുള്ളതാണ്. ആ നിലയ്ക്ക് പ്രശ്നപരിഹാരം എളുപ്പത്തിൽ സാധ്യമാക്കാൻ എന്തൊക്കെ സാധ്യതകളുണ്ടോ അതെല്ലാം തേടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക. അല്പം മുൻപ് ജില്ലാ കളക്ടർ സംസാരിച്ചപ്പോഴും പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ്. പ്രാഥമികമായി ഇപ്പോൾ ഇവിടേക്ക് എത്തി വെള്ളം ചീറ്റി കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിർദ്ദേശങ്ങൾ അവിടെ മറ്റ് ഉദ്യോഗസ്ഥർ ഇതുവരെ ഫയർ ഫൈറ്റിംഗിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതനുസരിച്ച് വീണ്ടും ആ മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അവിടേക്ക് വെള്ളം എത്തിച്ച് നേരത്തെ അഭിലാഷും സാനിയും ഒക്കെ റിപ്പോർട്ട് ചെയ്തത് പ്രകാരം മുകൾ തട്ടിലേക്ക് വെള്ളം എത്താത്ത പ്രശ്നമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത കെട്ടിടത്തിലേക്ക് ഒരു തരത്തിലും തീ എത്താതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ്. അവിടെ ആ കെട്ടിടത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണാം ഫയർ ഓഫീസേഴ്സ് അവിടെ നിന്ന് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വെളിച്ചം കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏത് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വെള്ളം വേണ്ടത് എന്നുള്ള കാര്യം അവർ കൃത്യമായി തന്നെ അവിടെ നിന്ന് നിർദ്ദേശം നൽകുന്നുണ്ട്. ആ നിർദ്ദേശത്തിനനുസരിച്ചാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്.